മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദി ലോർഡ്. നേഴ്സസ് ടൈമിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പുതുവർഷത്തിലെ ആദ്യ മാസത്തിലെ 2ാമത്തെ ആഴ്ചയാണിന്ന്. കഴിഞ്ഞ വർഷത്തിൽ ഈശോയുടെ തിരുവചനങ്ങൾ അനേകം വചനപ്രഘോഷകരിലൂടെ ലോകമെമ്പാടുമുള്ള നഴ്സുമാർക്കായി പങ്കുവയ്ക്കപ്പെട്ടു. അവരിലൂടെ ഈശോ നമുക്ക് തന്ന തിരുവചനങ്ങളെയും ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമുക്കായി വചനം പങ്കുവയ്ക്കുന്നത് ബ്രദർ പാപ്പച്ചൻ പള്ളത്താണ്. അദ്ദേഹത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് വചനം ആഴ്ന്നിറങ്ങി ഫലം പുറപ്പെടുവിക്കുവാനായി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന 2 കോടിയിലധികം വരുന്ന നേഴ്സുമാർക്ക് വേണ്ടി കാലഘട്ടത്തിൽ പ്രത്യേകം ശുശ്രൂഷകൾ തമ്പുരാൻ ഉയർത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഇതൊന്നും സ്വാഭാവികമായിട്ട് നടക്കുന്നതല്ല. റോമാക്കാർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. ഒരിക്കൽ അപ്പോസ്തലന്മാർ യേശു ക്രിസ്തുവിനോട് ചോദ്യം ചോദിക്കുകയുണ്ടായി, യുഗാന്ത്യം എപ്പോഴായിരിക്കും? അങ്ങയുടെ 2ാമത്തെ വരവ് എപ്പോഴായിരിക്കും? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിലാണ് ഈ ചോദ്യം കാണുന്നത്. അതിന് യേശു കൊടുത്ത കുറേ കുറേ അടയാളങ്ങൾ പറയുന്നുണ്ട്. ഡേറ്റ് അല്ല പറയുന്നത്. അവർക്ക് ഡേറ്റാണ് അറിയേണ്ടത്, ഡേറ്റ് പറഞ്ഞിട്ടില്ല. കുറേ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യുദ്ധം ഉണ്ടാകും, ക്ഷാമം ഉണ്ടാകും, പകർച്ചവ്യാധി ഉണ്ടാകും, ഭൂകമ്പം ഉണ്ടാകും, ആഭ്യന്തര കലാപം ഉണ്ടാകും. ഇതെല്ലാം പറഞ്ഞിട്ട് യേശു പറഞ്ഞു ഒരു വലിയ അടയാളം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യമാഗതമാകും. കർത്താവിൻ്റെ വചനം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യം ആഗതമാകും. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ലോകം മുഴുവനിലും വചനപ്രഘോഷണത്തിൻ്റെ തരംഗങ്ങൾ അലയടിക്കുകയാണ്. അതിന് നമ്മുടെ കൊച്ചു കേരളത്തെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുക. ഈ കേരളത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് മലയാളികളെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് വർഷങ്ങൾക്ക് മുൻപേ ദൈവം അയച്ചു. പക്ഷേ അത് എന്തിനു അയച്ചു അന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം അത് വെളിപ്പെടുത്തി തരികയാണ് എന്തിനാണ് അയച്ചത്. അപ്പോൾ ബൈബിൾ പറയുന്നത് കൊറിന്ത്യോസുകാർക്ക് 1-ാമത്തെ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഓരോരുത്തരും ദൈവത്തിൻ്റെ നിയോഗവും വിളിയും അനുസരിച്ച് ജീവിതം നയിക്കട്ടെ. ഇതാണ് എനിക്ക് എല്ലാ സഭകളോടും പറയാനുള്ളത്. ഇന്ന് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നഴ്സുമാരുടെ ഇടയിലാണെങ്കിലും ഏത് ഉദ്യോഗസ്ഥരുടെ ഇടയിലായിരുന്നാലും കർഷകരുടെ ഇടയിലായിരുന്നാലും ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ജനലക്ഷങ്ങൾ ജനകോടികൾ സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കുമ്പോൾ നേരെ മറിച്ചും കാണാൻ പറ്റും. നേഴ്സാണ്, നല്ല ഉയർന്ന ശമ്പളം വാങ്ങിക്കുന്നു, എല്ലാ സൗകര്യം മനുഷ്യർ കൊതിക്കുന്നതെല്ലാം ഉണ്ടായിട്ടും അവരുടെ ഉള്ളിൽ ഇപ്പോഴും സുനാമി തിരയടിക്കുക. എന്തായിരിക്കും ഇതിന് കാരണം? ഇതൊന്നുമില്ലാത്ത കുറേ ദരിദ്രർ പോലും സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ജോലിയുണ്ട് എല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവരുടെ മനസ്സിൽ സ്വസ്ഥതയില്ലാത്തത്, സമാധാനം ഇല്ലാത്തത്? ബൈബിൾ പറയുന്ന 2 കാരണങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്. ഒന്ന്, പ്രഭാഷകൻ്റെ പുസ്തകം 51-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. പ്രഭാഷകൻ 51:4, ഞാൻ കൊളുത്താതെ തന്നെ എനിക്ക് ചുറ്റും എരിയുന്ന അഗ്നിയിൽ നിന്ന് കർത്താവ് എന്നെ രക്ഷിക്കുന്നു. അപ്പോൾ കുറേ പേരുടെ അസ്വസ്ഥതയുടെ കാരണം അവർ കൊളുത്തിയ അഗ്നിയല്ല. വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു, ഒത്തിരി പ്രാർത്ഥനയുടെ ഫലമായിട്ട് വിദേശത്ത് ഉയർന്ന ജോലി കിട്ടി, കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നു. പ്രതീക്ഷകൾ മുഴുവൻ തകിടം മറിഞ്ഞു. മദ്യപാനിയായൊരു ഭർത്താവ്, ഒരിച്ചിരി സ്നേഹം ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല. ജോലി ചെയ്ത് അധ്വാനിക്കുന്ന ശമ്പളം അദ്ദേഹത്തിന് ആവശ്യമാണ്, അത് തന്നിഷ്ടം പോലെ ദൂർത്തടിക്കുന്നു. ഈ സ്ത്രീക്ക് എങ്ങനെയാണ് ആശ്വസിക്കാൻ പറ്റുന്നത്? അത് കാലത്ത് മുതൽ വൈകുന്നവരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു,
ഒരു സ്വപ്നമുണ്ടായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു ജീവിതത്തെക്കുറിച്ച്. ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഭർത്താവ് വാങ്ങിച്ച്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുന്ന കാണുമ്പോൾ ആ സ്ത്രീക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇതൊരൊറ്റപ്പെട്ട അനുഭവമാണോ? ലോകത്തിൻ്റെ എത്രയോ പ്രദേശത്ത് പോലെ കണ്ണുനീരൊഴുക്കുന്ന സഹോദരിമാരുണ്ട്. അവർ കൊളുത്തിയ തീയല്ല അവർക്ക് ചുറ്റുപ്പോഴെരിയുന്നു. എന്നാൽ വേറെ ചിലത് അവനവൻ്റെ തന്നെ സൃഷ്ടിയാണ്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ 43 മുതലുള്ള വാക്യങ്ങളിൽ കാൽവരി കുരിശിലെ ആ വലതുവശത്തെ കള്ളം പറഞ്ഞത്, നീയും ഞാനും ക്രൂശിക്കപ്പെട്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത പോലീസുകാരെയോ നമ്മളെ വധശിക്ഷ വിധിച്ച ജഡ്ജിയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പ്രവൃത്തിക്ക് തക്ക ഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ എൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടതെങ്കിൽ അത് ഞാൻ തന്നെ അത് തിരുത്തിയെങ്കിലേ എനിക്ക് സമാധാനം അനുഭവിക്കാനായിട്ട് സാധിക്കൂ. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 42-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നത് അങ്ങനെ ഒരു വഴിയുണ്ടെന്നാണ് പറയുന്നത്. സമാധാനത്തിനുള്ള മാർഗം ഈ ദിവസങ്ങളിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യന് എപ്പോഴാണ് സമാധാനം കിട്ടുന്നത്? എപ്പോഴാണ്? അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അടുത്ത വചനമാണ് ശ്രദ്ധേയം. എന്നിൽ നിന്ന് പഠിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്നിൽ നിന്ന്, കർത്താവിൽ നിന്ന്, വചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ തെറ്റ് മനസ്സിലാകും. അത് തിരുത്തി കഴിയുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കും. ബൈബിൾ പറയുകയാണ്, ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പം ദൈവത്തിൻ്റെ അടുത്ത് പഠിക്കുമ്പോൾ, ദൈവത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എനിക്ക് മനസ്സിലാകും. ഇത് മനസ്സിലായി കഴിയുമ്പോൾ അതിനോട് എങ്ങനെ നമ്മൾ പ്രത്യുത്തരിക്കുന്നു, അവിടെയാണ് സമാധാനം കുടികൊള്ളുന്നത്. പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്തേക്ക് മാലാഖ കടന്നു വന്നു. ദൈവഗർഭം നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. എന്താണ് ഈ അഭിവാദത്തിൻ്റെ അർത്ഥം? നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ഇതെങ്ങനെ സംഭവിക്കും? വാർദ്ധക്യത്തിൽ കുഞ്ഞുങ്ങളെ ജനിച്ചതായിട്ട് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പുരുഷ സമ്പർക്കമില്ലാതെ എങ്ങനെ ഞാൻ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകും? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ എഴുന്നള്ളി വരും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവത്തിനെന്ന് വിളിക്കപ്പെടും. സംഗതി മനസ്സിലായി കഴിഞ്ഞപ്പോൾ അമ്മ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ. ഇവിടെയാണ് സമാധാനം. ദൈവത്തിരുമ്പിൽ വരുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം മനസ്സിലാവും. അത് മനസ്സിലായി കഴിയുമ്പോൾ അതിന് അടിയറ വയ്ക്കുമ്പോൾ, അതിന് ആമേൻ പറയുമ്പോൾ, അതിന് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ അവിടെയാണ് സമാധാനം കുടികൊള്ളുന്നത്. യോനായോട് ദൈവം വിളിച്ചതാണ്, നീ നിനിവയിലേക്ക് പോകണം. സംഗതി മനസ്സിലായി, ദൈവം എന്നിൽ എന്താ പ്രതീക്ഷിക്കുന്നത്, പോയാൽ മതി. പക്ഷേ എനിക്കതിന് താല്പര്യമില്ല, ഒളിച്ചോടുക. ഇങ്ങനെ സമൂഹത്തിൽ ഒളിച്ചോടുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൽ ജന്മത്ത് ശാന്തിയും സമാധാനം ഉണ്ടാകില്ല. 1969 ഇന്ത്യൻ ആർമിയിൽ ചേർന്ന് വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രൊമോഷൻ വാങ്ങിക്കണം, നല്ലൊരു കുടുംബജീവിതം, PT ഇൻസ്ട്രക്ടർ, PT കോഴ്സ് ചെയ്ത് PT ഇൻസ്ട്രക്ടർ, ശമ്പളം വാങ്ങിക്കണം. ഇതൊക്കെയായിരുന്നു എന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി. പക്ഷേ ദൈവം പറയാണ്, വിളവധികം വേലക്കാർ ചുരുക്കം. വിളഭൂമിയിലേക്ക് വേലയ്ക്ക് അയക്കാൻ വിളവിൻ്റെ നാനോട് പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ചോദിക്കുക, മോനെ നിനക്ക് എന്തുകൊണ്ടൊരു വേലക്കാരനായിക്കൂടാ? അതാണ് എന്നെക്കുറിച്ചുള്ള ദൈവമെന്ന് മനസ്സിലായി. അന്ന് തന്നെ ഞാൻ തീരുമാനമെടുത്ത് 84-ൽ ജോലി രാജിവെച്ചു. വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ചു. ഈ കാലം അത്രയും ഞാൻ സ്വർഗീയമായ ആനന്ദം അനുഭവിക്കുക. എന്നാൽ മാനുഷികമായ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഇല്ലെന്നല്ല, അത് പുറമേ ഉപരിപ്ലവമായിട്ട് അലയടിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലൊരു ശാശ്വതമായ ശാന്തി, സമാധാനം എന്നെ നയിക്കുകയാണ്. അതാ പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം എനിക്ക് ഉത്തേജനം നൽകുന്നു. എനിക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ശക്തി കിട്ടുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നാണ്. അപ്പം ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി എന്താണ്? ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ ക്രിസ്തുവിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും അനുഭവിച്ചറിയണം. ഇത് അനുഭവിച്ചറിയണമെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ ഹിതം മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണം. ലോകത്തിൻ്റെ മാർഗത്തിലൂടെ നമ്മൾ ചരിക്കുമ്പോൾ, ലോകം വെച്ച് നീട്ടുന്ന ഈ കപടമായ ശാന്തിയുടെ സമാധാനത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ അത് കൂടുതൽ മനസ്സിനെയും ജീവിതത്തെയും അത് അസ്വസ്ഥമാക്കും. തിരുമുമ്പിൽ ഒന്ന് അടിയറ പറയ്ക്കാനായിട്ടൊരു വ്യക്തി തയ്യാറാകണം. രണ്ടാമത്, അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെട്ട് കിട്ടുക. എന്താണത്? യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുൻപ് ഈ സുവിശേഷം ലോകം മുഴുവൻ എത്തണം. ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. അതിന് 4.5 ലക്ഷം വൈദികർ മാത്രം ശ്രമിച്ചാൽ നടക്കില്ല. അതിന് ഏതാനും മെത്രാന്മാരോ ഇനി മാർപ്പാപ്പ മാത്രം ശ്രമിച്ചുകൊണ്ട് നടക്കില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ച് സ്ഥൈര്യലേപനം എന്ന കൂദാശ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെ കടമയാണ് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. ആ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മളതിൽ സഹകരിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു.
നമ്മുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടുന്നു. ഒരു കണക്കനുസരിച്ച് ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളിൽ 5ാം സ്ഥാനമാണ് കേരളത്തിനുള്ളതെന്നാണ്, ഇന്ത്യക്കല്ല. ലോകത്തിലെ അമേരിക്ക ഉൾപ്പെടെയുള്ള സമ്പന്ന രാജ്യങ്ങൾ വെച്ച് നോക്കിയാൽ 5ാം സ്ഥാനം കേരളത്തിനുണ്ട്. കേരളത്തെ ഈ നിലയിലേക്ക് ഉയർത്തിയത് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം, ഈ നേഴ്സ് എന്ന് പറയുന്ന ഈ കുട്ടികൾ വഴിയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കേരളം ഉയരാനിടയായത്. ഇത് നമ്മുടെ കേരളത്തെ മാത്രമല്ല, ഭാരതത്തെ മാത്രമല്ല. ഞാൻ UK ധ്യാനിപ്പിക്കുന്ന സമയത്ത് അവിടെ പറയുന്നത് UK നേഴ്സുമാർ കടന്നു ചെല്ലാത്തൊരു സാഹചര്യമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് സിംഗപ്പൂർ വഴി ചുറ്റിക്കറങ്ങി വന്ന ഏതോ മലയാളികളോട് ഉണ്ടെങ്കിലുണ്ട്, അവിടെ ഇല്ലായിരുന്നു. ഈ ഇരുണ്ട UK കർത്താവിനെ അറിയണമെന്ന് ദൈവഹിതമായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവമക്കൾ നേഴ്സുമാർ അവിടെ ധ്യാനങ്ങൾ നടന്ന് അവർ ജ്വലിച്ച് നിൽക്കുക. ഇതാ UK നേഴ്സുമാരുടെ വാതിൽ തുറന്നു, ചിറ പൊളിച്ചു വിട്ടതുപോലെ നേഴ്സുമാർ ഒഴുകി UK. അവിടെ രാത്രി ആരാധന നടക്കുന്നു. ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് പള്ളിയിൽ വരുന്നു. അവിടുത്തെ അച്ഛന്മാർ പറയുകയാണ്, നിങ്ങൾ ഈ തല കറുത്തവർ, നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ഈ ദേവാലയത്തിൽ വരുന്നത് വലിയൊരു സാക്ഷ്യമാണ്. ഇത് ഞങ്ങൾക്ക് സന്തോഷം. പള്ളി നിറയെ ആൾക്കാർ, രാത്രി മുഴുവൻ ആരാധന. ഇപ്പോൾ അവർ വഴി എന്ത് പറ്റി? അവിടെ ധാരാളം ധ്യാനങ്ങൾ. ഇത് ദൈവത്തിൻ്റെ പദ്ധതി നിറവേറിക്കൊണ്ടിരിക്കുക. ഇതിനൊരു വ്യക്തി പുറംതിരിഞ്ഞ് വെറും പണമുണ്ടാക്കാൻ വേണ്ടി ദൈവം എന്നെ നേഴ്സാക്കി, പണമുണ്ടാക്കാൻ വേണ്ടി രാജ്യത്ത് തമ്പുരാൻ എന്നെ അയച്ചു, ഈ ചിന്താഗതി ഇരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ അസ്വസ്ഥത അവരുടെ ഉള്ളിലുണ്ടാകും. കൊരിന്ത്യോസ്കാർക്ക് 1-ാമത്തെ ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ തിരുവചനം, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അടുത്തവൻ നിത്യരക്ഷ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എനിക്ക് ലഭിച്ച സമയം, എനിക്ക് ലഭിച്ച സ്വാധീനം, എനിക്ക് ലഭിച്ച പണം, ഇത് നിത്യരക്ഷയ്ക്ക് വേണ്ടി, അടുത്തവൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ കലാം പറയാറുണ്ട്, അഗ്നിച്ചിറകൾ എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ദൈവം നമ്മിലെല്ലാം ഒരു തീപ്പൊരി നിക്ഷേപിച്ചിട്ടുണ്ട്, അതിന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നതനുസരിച്ച് നാളി കത്തും. നമ്മൾ ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 25 യേശു പറഞ്ഞു, ഒരാൾക്ക് 1 താലന്ത് കൊടുത്തു, ഒരാൾക്ക് 2 കൊടുത്തു, ഒരാൾക്ക് 5 കൊടുത്തു. 5 വർദ്ധിപ്പിച്ച് 10 ആക്കിയവനോട് പറഞ്ഞു, 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. 2 കൊടുത്തവനോട് പറഞ്ഞു, നിനക്ക് ഞാൻ എത്രയേ തന്നുള്ളൂ, നീ അത് അധ്വാനിച്ച് 4 ആക്കി മതി. കൊള്ളാം, വിശ്വസനായ വൃത്തിയ യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. 1 കിട്ടിയവൻ എന്താ പറഞ്ഞത്? ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, ഞാൻ മറ്റു തെറ്റൊന്നും ചെയ്തിട്ടില്ല, നീ എനിക്കൊരാത്മാവിനെ തന്നു, അതിനെ നീ അങ്ങ് പിടിച്ചു. ഇതിനു വേണ്ടിയല്ല ക്രൈസ്തവർ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പാപം ചെയ്യാതെ ജീവിക്കാൻ വേണ്ടിയല്ല ക്രൈസ്തവർ വിളിക്കപ്പെട്ടിരിക്കുന്നത്, നന്മ ചെയ്യാൻ വേണ്ടിയാണ്. നൂറ്റാണ്ടുകളായിട്ട് വനാന്തരങ്ങളിൽ പാറക്കെട്ടുകൾ തലയുയർത്തി നിൽക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം അത് ചെയ്തോ? എന്തെങ്കിലും നന്മ ചെയ്തോ? അതിനേക്കാൾ നല്ലതാണല്ലോ ഒരു ഇടിമിന്നൽ. അന്ധകാലത്തിൽ തപ്പിത്തടഞ്ഞ് നടന്നൊരു മനുഷ്യന് ആ ഇടിമിന്നലിൻ്റെ പ്രകാശത്തിൽ തൻ്റെ കാൽച്ചോട്ടിലുള്ളൊരു അപകടം മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ ഈ ലോകാരംഭം മുതൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടിനേക്കാൾ പ്രയോജനപ്പെട്ടത് ആ മിന്നിപ്പൊലിയുന്ന ആ ഒരു ഇടിമിന്നലല്ലേ? ക്രൈസ്തവ ജീവിതം ഗോതമ്പ് മണിയാണ്. ഇത് പത്തായത്തിൽ സൂക്ഷിക്കാനുള്ളതല്ല, ഇത് നിലത്ത് വിതയ്ക്കപ്പെടാനുള്ളതാണ്, ഇത് അഴുകാനുള്ളതാണ്. അമ്മയുടെ ഉദരത്തിൽ വന്നപ്പോൾ ചില്ലിക്കാശ് ആരും കൊണ്ടുവന്നില്ല. ഏത് കോടീശ്വരനും ഇവിടുന്ന് പോകുമ്പോൾ $1 പോലും കൊണ്ടുപോകാനും പറ്റുന്നില്ല. നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ കൂടെ വരുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് പാപത്തിൻ്റെ പടുകുഴിയിലായിരിക്കുന്നൊരു മകളെ രക്ഷയിലേക്ക് നയിക്കാൻ, ക്രിസ്തുവിലേക്ക് നയിക്കാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായൊരു പ്രവൃത്തി ഈ ആകാശത്തിൻ്റെ ഭൂമിക്ക് മുകളിലില്ല. എൻ്റെ ധ്യാനം കഴിഞ്ഞപ്പോൾ എല്ലാവരും ധ്യാനഗുരുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക, പ്രാർത്ഥന സ്വീകരിക്കാൻ. അച്ഛൻ പ്രാർത്ഥിച്ച് കടന്നു പോകുക. ഞാൻ മിലിറ്ററിയിൽ നിന്ന് 2 മാസത്തെ അവധിക്ക് വന്നപ്പോഴാണ് 82 ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. എൻ്റെ തലയിൽ കൈവച്ചിട്ട് അച്ഛൻ ചോദിക്കുകയാണ്, പാപ്പച്ചൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? വേണമെങ്കിൽ എനിക്ക് പറയായിരുന്നു, പ്രൊമോഷൻ കിട്ടാൻ, കേരളത്തിലേക്കൊരു പോസ്റ്റിംഗ് കിട്ടാൻ, എൻ്റെ വിവാഹം നടക്കാൻ. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛോ, ഞാൻ ഈ അനുഭവിച്ചറിഞ്ഞ ഈ ക്രിസ്തുവിനെ ഒരു ദിവസം എനിക്ക് ഒരാളോടെങ്കിലും പറയാനുള്ള അവസരം കിട്ടണം. മരിക്കുന്നതിന് മുൻപ് ഒരാളെയെങ്കിലും യേശുവിലേക്ക് കൊണ്ടുവരണം. ഇതിനു വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. അത് ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു. സങ്കീർത്തകൻ പറയും, നീ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ നിനക്ക് ജനതകളെ തരാം. ആ സമയത്ത് 82-ലാണ് ഞാനിത് ഈ ആവശ്യം പറയുന്നത്. 10 വർഷം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പിള്ളച്ചൻ്റെ കൺവെൻഷനിൽ കൊച്ചി മറൈൻ ഡ്രൈവിൽ പ്രസംഗിക്കുക, ലക്ഷങ്ങൾ മുമ്പിലിരിക്കുക. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തോന്നിക്കുകയാണ്, നീ ഒരു ദിവസം ഒരാളോട് യേശുവിനെക്കുറിച്ച് പറയാനല്ലേ ചോദിച്ചത്? ഇതാ ലക്ഷങ്ങളെ നിൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തിയിരിക്കുന്നു. നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ തീപ്പൊരിക്ക് നമ്മൾ എണ്ണയൊഴിക്കുമ്പോൾ, അതിൽ മദ്യപാനം, ആസക്തി എണ്ണയൊഴിച്ചാൽ ആ മേഖലയിൽ കത്തും. രാഷ്ട്രീയക്കാർ എണ്ണയൊഴിച്ചാൽ ആ മേഖലയിൽ കത്തും.
ധനമോഹം അതിൽ ഒഴിച്ചാൽ ആ മേഖലയിൽ കത്തും. അങ്ങനെ ചത്ത 6 അടി മണ്ണിലേക്ക് ആർക്കും ഒരു നന്മയും ഒരു ദ്രോഹവും ചെയ്യാതെ വേണമെങ്കിൽ ചത്ത 6 അടി മണ്ണിലേക്ക് പോകാം. ഇതല്ല നമ്മുടെ വിളി. നമ്മൾ കർത്താവിന് വേണ്ടി ഉരുകാനുള്ളൊരു വിളിയാണ്. അതിൽ പ്രത്യേകിച്ച് നേഴ്സുമാരുടെ വിളി വളരെ പ്രത്യേകമാണ്. ഈ കഴിഞ്ഞ ദിവസം ടി വിയിൽ കാണുകയായിരുന്നു, ഖത്തറിൽ നിന്നൊരു സഹോദരി പറയുകയായിരുന്നു ചെയ്തത്. അവർ പ്രാർത്ഥിച്ച് ഒരുങ്ങി തിരക്കത്തിൻ്റെ സംരക്ഷണമൊക്കെ ചോദിച്ചാണ് ബസ്സിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോയത്. അന്ന് കുറച്ച് താമസിച്ചുകൊണ്ട് വളരെ സ്പീഡിലാണ് ബസ് പോയത്. ആ ബസ്സിൻ്റെ ടയർ പൊട്ടുക, അവിടെ തലകുത്തി മറിഞ്ഞ് പലരും പുറത്തു പോയി. സംഭവ സ്ഥലത്ത് 5 പേരും മരിക്കുക. ഈ സഹോദരിയുടെ കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞിരിക്കുന്നു, ഇവിടെയെല്ലാം മുഖമെല്ലാം പൊട്ടിയിരിക്കുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 6 മാസത്തെ വിശ്രമത്തിന് ശേഷം തിരിച്ച് ഡ്യൂട്ടിയിലേക്ക് കടന്നു വന്നു. ആ സഹോദരി ICUവിലായിരുന്നു, അവിടെ വലിയ ജോലിയില്ലായിരുന്നു. ഇപ്പോൾ അസ്ഥിയുടെ ആ വാർഡിലേക്കാണ് അയച്ചത്. നല്ല പണിയുണ്ട് അവിടെ. എൻ്റെ ദൈവം എന്താണ് ഇങ്ങോട്ട്? അപ്പം മനസ്സിലായി, ആക്സിഡൻറ്റിൽ പെട്ട് തകർന്ന് ഒടിഞ്ഞു പറഞ്ഞു വരുന്നവർ അവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ കടത്തി വിട്ടതുകൊണ്ട് അവിടെ വരുന്നവരോട് ആശ്വസിപ്പിക്കാൻ, അവർക്ക് പ്രതീക്ഷ കൊടുക്കാൻ, ഇതാ എൻ്റെ ഈ കാലിൽ ഇരുമ്പ് റോഡ് ഇട്ടിരിക്കുകയാണ്, എൻ്റെ ഈ അസ്ഥികളൊക്കെ തകർന്നതാണ്, ഇപ്പം എൻ്റെ മുഖം കണ്ടാൽ വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ അവർക്ക് പ്രതീക്ഷയായി, എനിക്കും പഴയതുപോലെ കടന്നു വരാൻ പറ്റും. മറ്റൊരു സഹോദരി അവർ പറയുമായിരുന്നു, അവരും അവിടെ ജോലി ചെയ്യുന്ന ICUവിലായിരുന്നു. അപ്പോൾ അവിടെ തലച്ചോറിലെ ഞരമ്പ് പൊട്ടി 90% ആൾക്കാർ ജീവിക്കില്ല. പാവപ്പെട്ടൊരു മനുഷ്യൻ, പരമദരിദ്രൻ, 2 മക്കളൊരാൾ കടം വാങ്ങി അവിടെ വന്നേ ഉള്ളൂ. ഈ വ്യക്തിക്ക് അസുഖമായി. ഇനി ഓപ്പറേഷൻ ചെയ്യാൻ ആരെങ്കിലും ഒപ്പിട്ട് കൊടുക്കണം. ഒരു സുഹൃത്തും മാത്രമാണ് കൂടെ വന്നിരിക്കുന്നത്. അയാൾ ഒപ്പിട്ട് കൊടുക്കുക. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ഈ സഹോദരിയുടെ ഉള്ളിൽ വലിയ വേദനയായി. ഈ നേഴ്സിൻ്റെ ഉള്ളിൽ ചാപ്പലിൽ പോയിരുന്നു പ്രാർത്ഥിക്കുക, അപ്പുറത്ത് പോയിരുന്നു പ്രാർത്ഥിക്കുക, ചാപ്പലിലല്ല അപ്പുറത്ത് പോയിരുന്നു കണ്ണീരോടെ പ്രാർത്ഥിക്കുക. കർത്താവ്, നീ ഇപ്പോഴാ മകൻ്റെ അടുത്തേക്ക് ചെല്ലണം, ഡോക്ടറെ അടുത്ത് കത്തി നീ വാങ്ങണം, നീ ഈ ഓപ്പറേഷൻ നടത്തണം, കണ്ണീരോട് പ്രാർത്ഥിക്കുക. ആത്മീയ അർത്ഥത്തിൽ എൻ്റെ സഹോദരനാണ്. ആ ദരിദ്ര കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയാണ്. അത് ഉള്ളിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ ഹിന്ദു നേഴ്സാണ് അവിടെ സഹായിച്ചുകൊണ്ടിരുന്നത്. ആ നേഴ്സ് ചോദിക്കുകയാണ്, റോസി പ്രാർത്ഥിക്കുകയായിരുന്നല്ലേ എന്ന്. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അവിടെ കാണാനുണ്ടായിരുന്നു, ഇത് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ശക്തമായ ബ്ലീഡിങ് വന്നു. ഡോക്ടർ വേർത്ത് കുളിച്ചു. പെട്ടെന്ന് തന്നെ അത് എവിടുന്നാണെന്ന് കണ്ടെത്താനും അത് നിർത്താനും സാധിച്ചു. ആ വ്യക്തി സൗഖ്യപ്പെട്ടു പോകുക. സുവിശേഷം പ്രസംഗിക്കാൻ ഏറ്റവും പറ്റിയ അവസരമാണ് ആശുപത്രി എന്ന് പറയുന്നത്. മനുഷ്യന് ആരോഗ്യമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ അവൻ കുതിരപ്പുറത്ത് സവാരി ചെയ്തവനാണ്. അവന് ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ ഈ സാഹചര്യം വളരെ പ്രയോജനപ്പെടും. പക്ഷേ ആ സമയത്ത് ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ, ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ മക്കൾ അവിടെ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ഉദ്ദേശത്തോടുകൂടിയാണ് ദൈവം ഏതാണ്ട് 740 കോടിയിലധികം വരുന്ന മാനവകുലത്തെ ദൈവം സ്നേഹിക്കുന്നു. അവരെ പരിപാലിക്കാനും രക്ഷിക്കാനും സംരക്ഷിക്കാനും ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെ പലരെയും ദൈവം വിളിച്ചിട്ടുണ്ട്. അതാണ് 1 കൊരിന്ത്യസ് 12:27 പറയുന്നു. കൈക്ക് അതിൻ്റെ ധർമ്മം, കാലിന് അതിൻ്റേത്, ഓരോ അവയവത്തിനും അതിൻ്റേതായ ധർമ്മമാണ്. ഒരവയവം അത് പണി ചെയ്യുന്നില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുക. അപ്പോൾ ദൈവം സൃഷ്ടിച്ചതിൻ്റെ മക്കളെ പരിപാലിക്കാൻ, സംരക്ഷിക്കാൻ, വഴി നടത്താൻ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജെറമ്യ പ്രവാചകൻ പറയുന്ന പോലെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ ദൈവം തിരഞ്ഞെടുത്തതാണ്, വിളിച്ചതാണ്, നിയോഗിച്ചതാണ് ഈ സ്ഥലത്ത്. നിങ്ങൾ സുവിശേഷ വേല ചെയ്യുന്ന ആളെങ്കിൽ ദൈവത്തിന് നന്ദി പറയുക. കാരണം ഏറ്റവും ശ്രേഷ്ഠമായൊരു ദൗത്യമാണത്, കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ എന്തെങ്കിലും ചെയ്യുന്നത്. ഇന്ന് വരെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ, ഒന്ന് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന്, പരിശുദ്ധാത്മാവേ ഞാൻ പണം സമ്പാദിച്ചു, അതൊക്കെ നാട്ടിലേക്ക് അയച്ചു കൊടുത്തു, അങ്ങനെ പണമുണ്ടാക്കുന്നൊരു യന്ത്രമായിട്ട് ഞാൻ മാറി, ഇന്ന് എനിക്ക് മനസ്സിന് സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നുള്ള വചനം ഞാൻ ഓർക്കുന്നു. ഞാൻ തയ്യാറാണ് കർത്താവേ, പരിശുദ്ധ കന്യാമറിയത്തെപ്പോലെ ഞാനും എന്നെ നിനക്ക് സമർപ്പിക്കുന്നു. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ തയ്യാറാണ്. ഈ സമ്പൂർണ്ണ സമർപ്പണം നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കുന്നു. നമ്മൾ മുഖാന്തരം അനേകർ രക്ഷയിലേക്കും സമാധാനത്തിലും കടന്നു വരുന്നു. മനുഷ്യനായി ജനിച്ചതിന്, ഒരു നേഴ്സായി മാറിയതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ പറ്റും, അവനെക്കുറിച്ചുള്ള ദൈവഗീതം തിരിച്ചറിയുകയും അതിന് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ. അതല്ലെങ്കിൽ മരത്തിൽ നിലപൊഴിയുന്നത് പോലെ, ഇലപൊഴിഞ്ഞാലും അത് വളമായിട്ടെങ്കിലും മാറുന്നുണ്ട്, അതുപോലുമില്ലാതെ ജനിച്ചെന്നോ മരിച്ചെന്നോ തോന്നാത്ത രീതിയിൽ മൂടൽമഞ്ഞ് പോലെ മനുഷ്യജീവിതം കടന്നു പോകാം. ഒരിക്കലും മായാത്തൊരു മുദ്ര ഇവിടെ പതിപ്പിച്ച്, അങ്ങനെ പതിപ്പിച്ച് കടന്നുപോയവരുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. ഒരിക്കലും ഈ ലോകമുള്ളിടത്തോളം കാലം മനുഷ്യർ ഓർത്തിരിക്കത്തക്ക രീതിയിൽ ഒരടയാളം ഇവിടെ അവശേഷിപ്പിച്ചും കടന്നു പോകാം. ഈ ലഭിച്ച വിളിയിൽ നല്ലൊരു ശതമാനം നമ്മൾ ജീവിച്ചു തീർത്തു. ഇനി എത്ര നാൾ മുന്നോട്ടുണ്ടെന്നറിയില്ല. ഈ ജീവിതം കർത്താവിന് സമർപ്പിക്കുക. അവിടുത്തെ അരൂപിയാൽ നിറഞ്ഞ് അവരെൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ ആവശ്യമായ
കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അത് ദൈവം കിരീടമാക്കി തീർക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പാപ്പച്ചൻ ബ്രദറിലൂടെ ഈശോ നമുക്ക് തന്ന വചനാഭിഷേകത്തെയോർത്ത് നമുക്ക് നന്ദി പറയാം. അദ്ദേഹത്തിലൂടെ നാം കേട്ട വചനം 1 കോരിന്തോസ് 9:16. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അതെ, ലോകമെമ്പാടുമുള്ള ഈശോയെ അറിഞ്ഞ ഓരോ നേഴ്സിൻ്റെയും കടമയാണ് ഈശോയുടെ സ്നേഹം പങ്കുവെച്ച് കൊടുക്കുക എന്നുള്ളത്. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് ഒരു നേഴ്സിൻ്റെ ജീവിതത്തിലേക്ക് ഈശോയുടെ കരുണ ഒഴുകിയിറങ്ങിയ ഒരു സാക്ഷ്യം ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷൈബി. UAE-യിലൊരു ഹോസ്പിറ്റലിൽ നഴ്സായി വർക്ക് ചെയ്യുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും 2 മക്കളും അടങ്ങുന്ന കുടുംബം ഒരുമിച്ചാണ് UAE-യിൽ താമസിക്കുന്നത്. ജ്ഞാനം 16:12 പറയുന്നു, കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഈ വചനത്തിലൂടെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്ന അത്ഭുതകരമായ ഒരു രോഗസൗഖ്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 8 വർഷക്കാലമായി എൻ്റെ കുടലിൻ്റെ അൾസർ മൂലം ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടുകയായിരുന്നു. എല്ലാ ദിവസവും ഛർദിയും വയറുവേദനയും നെഞ്ചുവേദനയും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടിരുന്നു. നോർമലായ ഒരു ഭക്ഷണം പോലും കഴിക്കാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. UAE-യിലും നാട്ടിലുമായി പല ഡോക്ടർമാരെ കണ്ടു, പല ട്രീറ്റ്മെൻറ്റുകളും നടത്തി. എങ്കിലും പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല. ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് ലൈഫ് ലോങ് മെഡിസിൻ എടുക്കണമെന്ന് ഞാനും വിശ്വസിച്ചിരുന്നു. എൻ്റെ അസ്വസ്ഥതകൾ മൂലം എൻ്റെ സ്വഭാവത്തിലും ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവളായി മാറി. അത് കുടുംബജീവിതത്തെയും വല്ലാതെ ബാധിച്ചു. അതുപോലെ എൻ്റെ 2 പ്രഗ്നൻസിയിലും എൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ കാരണം ജോലി പോലും റിസൈൻ ചെയ്യേണ്ട അവസ്ഥയിലായി ഞാൻ. പ്രഭാഷകൻ 38:9 പറയുന്നു, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടെ നിന്നെ സുഖപ്പെടുത്തും. ഈ വചനത്തിൻ്റെ വിശ്വാസത്താൽ ഞാൻ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എൻ്റെ ഈശോ എന്നെ തൊട്ട് സുഖപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഫുജറ നേഴ്സസ് മിനിസ്ട്രിയിലെ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഈ വർഷം ഫെബ്രുവരിയിൽ ഫുജറയിൽ നടന്ന നൈറ്റ് വിജിൽ പങ്കെടുക്കുവാൻ എനിക്കും അവസരം ലഭിച്ചു. സ്തുതിപ്പിൻ്റെ സമയത്ത് തന്നെ ഒരു വലിയൊരു പ്രകാശം കാണുവാനായി എനിക്ക് സാധിച്ചു. പ്രയർ ലീഡ് ചെയ്തിരുന്ന ബ്രദർ സ്തുതിപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു സന്ദേശം വിളിച്ചു പറഞ്ഞു, ആരുടെയോ കുടൽ സംബന്ധമായ രോഗങ്ങളിലേക്ക് ഈശോയുടെ തിരക്തം ഒഴുകുന്നുണ്ട് എന്ന്. അപ്പോൾ ഞാൻ ശക്തമായി കരഞ്ഞു പ്രാർത്ഥിച്ചു. ബ്രദറിന് 2 പ്രാവശ്യം കൂടി അതേ സന്ദേശം ലഭിച്ചു. അപ്പോഴും ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു, ആരോടോ വായി തുറന്ന് സംസാരിക്കാനായി ഈശോ ആവശ്യപ്പെടുന്നുവെന്ന്. അപ്പോൾ ഞാൻ കൈകൾ ഉയർത്തി സ്തുതിക്കാനായി ആരംഭിച്ചപ്പോൾ എൻ്റെ വായിൽ നിന്നും ഞാൻ അറിയാതെ തന്നെ പറഞ്ഞുപോയി, എൻ്റെ ഈശോ തന്ന സൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. അതേ നിമിഷം തന്നെ ബ്രദറിന് സന്ദേശം ലഭിക്കുകയുണ്ടായി, ഷൈബിയെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നുവെന്ന്. അതേസമയം എൻ്റെ ശരീരത്തിൽ ഭയങ്കരമായൊരു ചൂട് അനുഭവപ്പെടുകയും ഞാൻ വിയർക്കുകയും ചെയ്തു. എൻ്റെ അടുത്ത് നിന്നിരുന്നവർക്കും എന്നിലുള്ള മാറ്റം മനസ്സിലായി. അതേസമയം അതിലൊരാൾക്ക് ഉയർത്തെഴുന്നേറ്റ ഈശോ എൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നതായി കാണുവാൻ സാധിച്ചു. അങ്ങനെ 8 വർഷമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന അൾസർ എന്ന രോഗത്തിൽ നിന്നും എൻ്റെ ഈശോ എന്നെ തൊട്ട് സുഖപ്പെടുത്തി. പിറ്റേ ദിവസം മുതൽ 8 വർഷമായി ഉപവസിക്കാനോ നോർമലായി ഭക്ഷണം കഴിക്കാനോ സാധിക്കാതെ ഇരുന്ന എനിക്ക് നോർമലായി ഫുഡ് കഴിക്കുവാനും അതേ തുടർന്ന് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാനുമായി സാധിച്ചു. പ്രിയമുള്ളവരെ, എത്ര പഴക്കമുള്ള അസുഖമായിരുന്നാലും എത്ര മാറാ രോഗമായിരുന്നാലും നമ്മുടെ സൗഖ്യദാതാവായ ഈശോയ്ക്ക് എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കാനുള്ള കഴിവുണ്ടെന്ന് എൻ്റെ ഈ സാക്ഷ്യത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം. പ്രൈസ് ദി ലോർഡ്.
ഷൈബിയെ സ്പർശിച്ച സൗഖ്യദായകനായ ഈശോ നമ്മുടെ ജീവിതങ്ങളിലും സൗഖ്യം പകരട്ടെ. ഈശോ നമുക്ക് ദാനമായി തന്ന ഈ പുതിയ വർഷത്തിൽ തിരുവചനം നമുക്ക് മാർഗനിർദ്ദേശമാകട്ടെ. എന്നും വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.